ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് എങ്ങനെയാണ് ഒരു സെൽഫ് വർക്കിംഗ് ആൻഡ്രോയിഡ് ഫോണായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതുവരെ കാണിച്ചു തരാൻ പോകുന്നത്. സെൽഫ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടച്ച് ഒന്നും ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോൺ വർക്ക് ചെയ്യുന്നതായിരിക്കും. ആ രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് സൂമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ട്രിക്ക് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ രാത്രി സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ തന്നെ ആ ഒരു ഓൺലൈൻ ക്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അറ്റൻഡൻസും കിട്ടും. നിങ്ങളിപ്പോൾ അഥവാ എണീക്കാൻ ലേറ്റല്ലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റപ്പ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ രാത്രി അവിടെ വെച്ചാൽ ആ ഒരു ടൈം ആകുമ്പം നിങ്ങളുടെ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സൂം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇത് മാത്രമല്ല വേറെയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഡെയിലി റിവാർഡ് തരുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഏതെങ്കിലും ഒരു ഡെയിലി ചെക്ക് ഇൻ ചെയ്താൽ നമുക്ക് റിവാർഡെല്ലാം തരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അത് നമുക്കിപ്പോൾ രാത്രി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ രാവിലെ ആ ഒരു ആപ്ലിക്കേഷനിൽ ഡയറക്റ്റായിട്ട് കയറിയതിന് ശേഷം നമ്മുടെ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് പോയിന്റ് കിട്ടും. നമ്മളിപ്പോൾ ഗെയിമെല്ലാം ഡെയിലി നമുക്ക് റിവാർഡ് തരുന്ന ഗെയിംസ് ഈ പെസ് അതേപോലത്തെ ഓരോ ഗെയിംസിൽ നമുക്ക് ഡെയിലി റിവാർഡ് തരുന്ന ഗെയിമിലുണ്ടാവും. അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഗെയിമിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആ ഒരു ഡെയിലി ചെക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ തൊടുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിനെ കൊണ്ട് ഓരോ ടാസ്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ട്രിക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് സെൽഫ് വർക്കിംഗ് ആൻഡ്രോയിഡ് ഫോണായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്ലിക്ക് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് വേറെ ആപ്ലിക്കേഷൻ കൂടി വേണം. പക്ഷേ അത് എല്ലാ ഫോണിലും വേണം നിർബന്ധമില്ല. അപ്പോൾ ഏതൊക്കെ ഫോണിലാണ് ഒരു ആപ്ലിക്കേഷൻ വേണ്ടത് അത് ഈ ഒരു വീഡിയോൻ്റെ ആ ഒരു സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ പാട് നമ്മളോട് കുറേ പെർമിഷൻ ചോദിക്കും. ആ ഒരു പെർമിഷൻസിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അലോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡയറക്റ്റായിട്ട് എല്ലാ പെർമിഷനും അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു താഴത്തായിട്ട് നമുക്കൊരു സ്റ്റാർട്ട് സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആ ഒരു സ്റ്റാർട്ട് സർവീസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഡ് കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ആഡ് കണ്ടതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുന്നതാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു പ്ലേ ബട്ടൺ, പിന്നെ റെക്കോർഡ്, പിന്നെ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് കുറേ ബട്ടൺസ് ഉണ്ടാവും. നിങ്ങൾ ഡയറക്റ്റായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ആക്കിയതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾ ഹോം പേജിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ബോക്സിൻ്റെ ഉള്ള റെക്കോർഡ് ബട്ടൺ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങളെ സ്ക്രീന് ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ സ്ക്രീനിൽ നിങ്ങൾ ടച്ച് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് നമ്മൾ ആ ഒരു സൂം എങ്ങനെയാണ് ഡയറക്റ്റ് നമ്മൾ സൂം മീറ്റിങ്ങിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യാമെന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആ ഒരു വാട്സാപ്പ് ഡയറക്റ്റ് ഓപ്പൺ ആക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ സാറ് അയച്ചിട്ടുള്ള ആ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ഒരു ലിങ്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പ്രൊസീജിയറിലും ചെയ്യേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ്. അങ്ങനെ നിങ്ങൾ ഡയറക്റ്റായിട്ട് സൂമിലേക്ക് കയറുന്നത്. അങ്ങനെ സൂമിലേക്ക് കയറിയ ശേഷം നമ്മൾ ആ ഒരു മ്യൂട്ട് ബട്ടൺ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ആ ഒരു സൂമിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വൈഫൈ ഓർ സെല്ലുലാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ താഴത്തായിട്ട് ഒരു മ്യൂട്ട് ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ഒരു ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു മെമ്മറി കാർഡിൻ്റെ ഒരു ഐക്കൺ പോലെ ഉണ്ടാവും, സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐക്കണാണ്. ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് ഒരു പെർമിഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ദി കറണ്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും, അത് നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സെഷൻ ഡയറക്റ്റ് നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ആക്ഷൻ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു റെക്കോർഡിങ് ഡയറക്റ്റ് നിങ്ങളൊരു നെയിം കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ Zoom 3 എന്ന് പറഞ്ഞിട്ടിപ്പോൾ ആ ഒരു ഓക്കെ എടുക്കുന്നതാണ്. അങ്ങനെ ആ ഒരു സെഷൻ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിക്ക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മളിപ്പം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇനി റൺ ചെയ്യിക്കാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു റെക്കോർഡിംഗ് റൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം അതിൽ നമുക്ക് ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഓരോ ഫോണിലും ഓരോ രീതിയിലാണ് ഓപ്ഷൻ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന റെഡ്മി ഫോണിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഓപ്ഷൻ വരുന്നത്. അതിൽ നമുക്ക് ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് നെവർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു നെവർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ ഒരു നെവർ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. കാരണം ആ ഒരു രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേ അവേക്ക് എന്നാണ്. നമ്മളിപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഫോൺ സ്ക്രീൻ ഓഫ് ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സെറ്റിങ്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു സെറ്റിങ്സ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ രാത്രി ആ ഒരു രീതിയിൽ നമ്മൾ ഫോൺ വെച്ചാൽ നമ്മുടെ ഫോൺ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുള്ളൂ.
അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്റ്റേ വേക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ ഒരു സ്ലീപ്പ് പോയതിന് ശേഷം നെവർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൺ ഓഫായി പോകാത്ത രീതിയിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്റ്റാർട്ട് സർവീസ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റാർട്ട് സർവീസ് എന്ന ഓപ്ഷൻ ഇപ്പം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെമ്മറി കാർഡിൻ്റെ ഒരു ഐക്കൺ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെമ്മറി കാർഡിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു Zoom 3 എന്ന് പറഞ്ഞാൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ഡയറക്റ്റ് ഒരു പ്ലേ ബട്ടൺ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഹോം പേജിലേക്ക് പോകുക. നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏത് പേജിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു പേജിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് പോവുക. ഞാനിപ്പോൾ ഹോം പേജിൽ ഈ ഒരു രീതിയിലാണ് ആ ഒരു റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പേജിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ മേലെയായിട്ട് നമുക്കൊരു പ്ലേ ബട്ടൺ ഉണ്ടാവും. ആ ഒരു പ്ലേ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ളൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ രാവിലെയാണ് ഓൺലൈൻ ക്ലാസ് എങ്കിൽ നമുക്കിപ്പോൾ രാത്രി സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ടൈമാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ടൈം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ബോക്സിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വർക്കാകുന്നതായിരിക്കും. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്ലിക്കെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടൈമിൽ വർക്കാകുന്നതായിരിക്കും. ഞാനിപ്പോൾ സാമ്പിളായിട്ട് കൊടുക്കുന്നത് ഒരു 20 സെക്കൻഡാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ 20 സെക്കൻഡ് കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു 20 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായി വർക്കാകുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ ഒരു 20 സെക്കൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ടൈമർ പോകുന്നത് കാണാൻ സാധിക്കുന്നത് നമ്മൾ ആ ഒരു സ്ക്രീനിൻ്റെ മേലെ നമുക്ക് ആ ഒരു ടൈമർ പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ടൈമർ 20 സെക്കൻഡ് കഴിയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു നമ്മളിപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്ലിക്കെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ടച്ച് ഒന്നും ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണ് ഡയറക്റ്റായിട്ട് Zoom ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് Zoom ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് Zoom ക്ലാസ്സിലേക്ക് കയറാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു നമ്മുടെ ഫോണില്ലാണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് Zoom ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇതുമാത്രമല്ല നമുക്ക് വേണ്ടിക്കൽ ഡെയിലി ചെക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ചെക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനിപ്പോൾ ഒരു ടീലോസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ ഡെയിലി ചെക്ക് ചെയ്തിട്ട് നമുക്ക് റിവാർഡ് കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. ഇതേപോലെ എനിക്ക് ആപ്ലിക്കേഷൻസ് ഗെയിംസിൽ നമുക്ക് ഡെയിലി ചെക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ രാത്രി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ഡയറക്റ്റായിട്ട് രാവിലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെയിലി ചെക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് വെക്കുക നമ്മളെ ഫോൺ ഉപയോഗിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചാൽ ഒരു ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ Zoom ക്ലാസ്സിലുള്ളതാണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അതിലാണ് എനിക്കിപ്പോൾ ഡെയിലി ചെക്കിന് റിവാർഡെല്ലാം കിട്ടുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ടെക്നോളജി വീഡിയോസ് എന്നെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.